ഹലോ ഗൈസ്, അപ്പം ഇന്ന് അമലിൻ്റെ ബർത്ത്ഡേ ആയിരുന്നു. അപ്പം നമ്മൾ കേക്കൊക്കെ കട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇവിടെ നിന്നാണ് നമ്മൾ കേക്ക് കട്ട് ചെയ്തത്. കഴിഞ്ഞ വർഷമൊക്കെ നമ്മൾ ബർത്ത്ഡേ മാത്രം സെലിബ്രേറ്റ് ചെയ്യുന്നിടത്തായിരുന്നു പോയത്. ഇത് പിന്നെ നമ്മുടെ ഫ്ലാറ്റിൻ്റെ അടുത്ത് തന്നെയായിരുന്നു. അപ്പോൾ പിന്നെ അവിടെയാണ് ഞങ്ങൾ പോയി കേക്ക് കട്ട് ചെയ്തത്. ഇപ്രാവശ്യം ബർത്ത്ഡേക്ക് ആരുമില്ലായിരുന്നു, ഞങ്ങൾ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. തലേദിവസം ചെറിയ വഴക്കും കാര്യങ്ങളൊക്കെ ആയതുകൊണ്ട് പിന്നെ എല്ലാവരെയും വിളിക്കണമെന്ന് വിചാരിച്ച ആരെയും വിളിക്കാൻ പറ്റിയില്ല. രാവിലെ തൊട്ട് മിണ്ടാതിരുന്നിട്ട് പിന്നെ ഉച്ചയ്ക്കാണ് ഞങ്ങൾ പിന്നെ മിണ്ടിയത്. അപ്പോൾ പിന്നെ ആരെയും വിളിക്കാനുള്ള ഒരു ഗ്യാപ്പ് കിട്ടിയില്ല. പിന്നെ ഇതായിരുന്നു ഞാൻ കൊടുത്ത ഗിഫ്റ്റ്. 10 കടയിൽ കയറിയിട്ട് കിട്ടാഞ്ഞിട്ട് ഞാൻ ഓൺലൈനിൽ വാങ്ങിയൊരു ഗിഫ്റ്റായിരുന്നു. പിന്നെ ഞങ്ങൾ ഇവിടുന്ന് തന്നെ ഫുഡൊക്കെ കഴിച്ചു. പിന്നെ ഞങ്ങൾ നേരെ പോയത് എങ്ങോട്ടേക്കാണെന്ന് ഞാൻ പറയാം. പിന്നെ ഇപ്പോൾ സൂര്യകാന്തി സീസണാണ് കേട്ടോ, ഫുള്ള് സൂര്യകാന്തി ആയിരുന്നു. പിന്നെ ഒരു ചായയൊക്കെ കുടിച്ച് ഒരു പഴംപൊരിയൊക്കെ കഴിച്ചു. പിന്നെ ഒരു പഴംപൊരിയും കൊണ്ടൊന്നും ആയില്ലായിരുന്നു ഗൈസ്. പിന്നെ ഞാനൊരു ഉള്ളിവടയും കൂടി വാങ്ങി കഴിച്ചു. പിന്നെ വരുമ്പോൾ കുറച്ച് ആനേനെയൊക്കെ കണ്ടു. പിന്നെ ഞങ്ങൾ ഈ വണ്ടി തിരിക്കുന്നത് പോകുമ്പോൾ ഒരു സാധനത്തിനെ കണ്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ ആദ്യമായിട്ടായിരുന്നു കാണുന്നത്. പിന്നെ വണ്ടിയൊക്കെ ഞങ്ങൾ തിരിച്ച് അതിനെ ഒന്നും കൂടി കണ്ടു. അപ്പോൾ ഇതാണ് നമ്മളിന്ന് വന്നിട്ടുള്ള റിസോർട്ട്, സ്റ്റെർലിംഗ് വയനാട്. അപ്പോൾ ഇവിടെ വരുമ്പോൾ തന്നെ നമുക്കൊരു പോസിറ്റീവ് എനർജി കിട്ടും കേട്ടോ. നമുക്ക് ആദ്യം ഇവർ കുറിയൊക്കെ വരച്ച് തരും, ഒരു ചായയൊക്കെ തരും. പിന്നെ കാണാൻ മൊത്തത്തിൽ നല്ല ഒരു ഭംഗിയുണ്ടായിരുന്നു. പിന്നെ നല്ല മഴയും ഒക്കെയുള്ള ഒരു ആംബിയൻസ് ആയിരുന്നു. അപ്പോൾ ഇതായിരുന്നു നമ്മുടെ റൂം. പിന്നെ ഞങ്ങൾ ഈ പോകുന്നത് ഇവിടെ കുറച്ച് പ്രോഗ്രാംസും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. നമ്മൾ എത്തിയപ്പോഴത്തേനും ഒരു 6:30 ആയിട്ടുണ്ടായിരുന്നു. അപ്പോൾ 7 മണി തൊട്ട് ഇവിടെ പ്രോഗ്രാംസൊക്കെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നെ അവിടെയും പോയി കുറച്ച് നേരം എൻജോയ് ചെയ്തു. അത് കഴിഞ്ഞ് പിന്നെ നേരെ ഫുഡ് കഴിക്കാൻ പോയി. ഫുഡ് മാത്രം കുറച്ച് ഡിലേ ആയിരുന്നു. 1/4 മണിക്കൂർ വെയിറ്റ് ചെയ്തിരുന്ന് കഴിഞ്ഞിട്ടാണ് ഞങ്ങൾക്ക് ഈ ഫുഡ് കിട്ടുന്നത്. പിന്നെ ഫുഡ് അത്ര വലിയ ബെറ്ററൊന്നും അല്ലായിരുന്നു, ഒരു ആവറേജ് അത്ര ഉണ്ടായിരുന്നുള്ളൂ. ബ്രേക്ക്ഫാസ്റ്റ് അടിപൊളിയായിരുന്നു, എല്ലാ ഐറ്റംസും ഉണ്ടായിരുന്നു. എവിടെ പോയാലും ഒരു മസാല ദോശ. അപ്പോൾ നമുക്ക് കഴിക്കാൻ എല്ലാ ഐറ്റംസും ഉണ്ടായിരുന്നു. പിന്നെ ഫുഡൊക്കെ കഴിച്ച് കഴിഞ്ഞ് പിന്നെ നമ്മൾ കുറച്ച് നേരം അതിലേക്ക് നടന്ന് കാഴ്ചകളൊക്കെ കണ്ടു. പോട്ടറി മേക്കിങ് കാര്യങ്ങൾ, അങ്ങനെ കുറേ ആക്ടിവിറ്റീസ് കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ കുറച്ച് നേരം ഇതിലേക്ക് നടന്ന് പിന്നെ ഇവിടെ ആയുർവേദ ട്രീറ്റ്മെൻറ്റ് കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ സ്പായ് കാര്യങ്ങളൊക്കെ ഉണ്ട്. പിന്നെ അവിടെയൊക്കെ ഒന്ന് പോയി പിന്നെ ഞങ്ങൾ നേരെ വീട്ടിലേക്ക് പോയി. അപ്പോൾ ഇന്നത്തേക്ക് ഇത്രേ ഉള്ളൂ. ബൈ.